ഹായ്, ഇന്ന് നമുക്ക് റാഗിപ്പൊടി കൊണ്ട് ഒരു അടിപൊളി ഉപ്പുമാവ് ഉണ്ടാക്കാവേ. ഇവിടെ കർണാടകയിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് ഇത്. നമ്മളൊക്കെ സാധാരണ കേരളത്തിൽ നമ്മൾ മലയാളികളൊക്കെ ഉപ്പുമാവും പഴവും ഒക്കെ കൂട്ടിയല്ല കഴിക്കുന്നത്. ഇവിടെ ചമ്മന്തിയും ഉപ്പുമാവും, അതും റാഗിപ്പൊടി കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കും BP ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് ഒരു ചമ്മന്തിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ റാഗിപ്പൊടി എടുത്തിട്ടുണ്ട്. റാഗിപ്പൊടി കൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചട്നി റെഡിയാക്കാം. അതിന് 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചെറിയൊരു പീസ് ഇഞ്ചി. ഇനി ഇതിലേക്ക് പൊട്ടുകടല ഒരു 4-5 സ്പൂണ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല ഫൈനായിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ചമ്മന്തി ഒന്ന് അരച്ചെടുക്കാൻ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ടേസ്റ്റ് നന്നായിട്ടുണ്ടാകില്ല. ഇനി ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 സ്പൂണ് കടുകും 1/2 സ്പൂണ് ഉഴുന്നുപരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരു നല്ല ബ്രൗൺ കളറാണ്. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടണം. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് നല്ലൊരു ബ്രൗൺ കളറായി ഒരു നല്ല സ്മെല്ല് വരും. അന്നേരമാണ് നല്ലൊരു ടേസ്റ്റ് വരിക. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചെറുതായി അരിഞ്ഞ ഉള്ളിയും ഒരു വറ്റൽമുളകും കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. അപ്പം ഒരുപാട് വെള്ളം കൂട്ടി നമ്മൾ അരയ്ക്കരുത്. കുറച്ച് കട്ടിയായിട്ടുണ്ടെങ്കിലാണ് ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ്. ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ആ പൊട്ടുകടലൊക്കെ ഇട്ട് കാരണം ചമ്മന്തിക്ക് നല്ലൊരു തിക്നെസ് ഉണ്ടാവും. ഈ തിക്നെസ്സിലിരിക്കണം. ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ഇത് നമ്മൾ തിളപ്പിക്കരുത്, നന്നായിട്ടൊന്ന് ചൂടായാൽ മതി. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇങ്ങനെ പൊങ്ങി വരുന്ന കാണുമ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡിയായി. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവിന് വേണ്ടി ഞാനിവിടെ കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കരിവേപ്പില, വറ്റൽമുളക്, പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാകണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഒരു 1/2 സ്പൂണ് കടുകും 1/2 സ്പൂണ് ഉഴുന്നുപരിപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കപ്പലണ്ടി പരിപ്പാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമ്മൾ വറുത്തെടുക്കണം. ഒരു ബ്രൗൺ കളറാവണം. എന്നിട്ട് ആദ്യം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം ആ ഇഞ്ചിയൊക്കെ വറന്ന് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വറ്റൽമുളകും കരിവേപ്പിലയും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് എല്ലാം ഒന്ന് ബ്രൗൺ കളറാകുന്നവരെ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഈ സ്റ്റേജിൽ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ നൈസുള്ള റാഗിപ്പൊടിയാണ്. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു 1/4 കപ്പ് റവ, ബോംബെ റവയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം നല്ലൊരു സ്മെല്ല് വരും ആ റവ ഇതെല്ലാം ഒക്കെ ഫ്രൈ ആകുമ്പോൾ. എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന 1 കപ്പ് റാഗിപ്പൊടി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കപ്പ് റാഗിപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ. ഈ റാഗിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാനായിട്ട്. ഒരു കാരണവശാലും
ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. നൈസായിട്ടുള്ള പൊടിയാണ്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ലൊരു സ്മെല്ല് വരും. ഇപ്പം അതെല്ലാം കൂടെ നന്നായിട്ട് വറുക്കുമ്പം നല്ല സ്മെല്ല് വരും. എന്നിട്ട് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഏത് കപ്പിലാണോ നമ്മൾ റാഗിപ്പൊടി എടുത്തത് അതേ കപ്പിന് 3 കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലാണ് നല്ലത്. ഇല്ല പച്ചവെള്ളം ചേർത്താലും ഓക്കെ. ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് ആ ടേസ്റ്റ് നമുക്ക് ഒട്ടും മാറാതെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാകും. അപ്പോൾ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഈ പരുവത്തിലായി കഴിയുമ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമ്മളൊന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് വെക്കണം. അപ്പോൾ ആ വെള്ളമെല്ലാം നന്നായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടും. എല്ലായിടത്തും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇതിനെ കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് വെക്കാൻ പോവാണ്. 2 മിനിറ്റ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒരു കുറച്ച് നെയ്യ് വേണമെങ്കിൽ, ഓപ്ഷണലാണ്, വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, അപ്പം ഈ വെള്ളമൊക്കെ ഡ്രൈ ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് നമ്മളിത് കവർ ചെയ്ത് വെച്ചാൽ ഒന്നുകൂടെ നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. ഞാനിപ്പം ഇത് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് വെക്കാൻ പോവാണ്. 2 മിനിറ്റ് മതി. ആ 2 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പം 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അരിഞ്ഞ മല്ലിയില അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ടിരിക്കും. നമ്മൾ സാധാരണ നമ്മൾ റവയുടെ ഉപ്പുമാവൊക്കെ ഉള്ള പോലെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് എടുക്കുവാണെങ്കിൽ ഒന്നുകൂടെ ഡ്രൈ ആയിട്ടുണ്ടാവും. ഞാൻ ഇപ്പോൾ കവർ ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ റാഗി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാൻ നേരത്തെ ഒരു ബൗളിൽ അതിട്ട് നല്ല സ്റ്റൈലായിട്ട് വേണേൽ നമുക്ക് ഇത് സെർവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചമ്മന്തിയുടെ കൂടെയാണല്ലോ നമ്മളിപ്പം ഈ റാഗി ഉപ്പുമാവ് സെർവ് ചെയ്യുന്നത്. അപ്പം ഒരു പ്ലേറ്റിൽ നടുക്ക്, ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ഉപ്പുമാവൊക്കെ സെർവ് ചെയ്യുന്നത്. ഒരു പ്ലേറ്റിൽ നടുക്ക് ഉപ്പുമാവും സൈഡിൽ കൂടെ ഫുള്ള് ചമ്മന്തിയുമായിട്ട് നല്ല അടിപൊളി റാഗി ഉപ്പുമാവും ചമ്മന്തി ട്രൈ ചെയ്ത് നോക്കണേ. ഫീഡ്ബാക്ക് അറിയിക്കണേ.